ഹലോ ഗൈസ്, നമ്മൾ ഉരുട്ടമ്പലം ഏരിയയിൽ ഒരു ദിവസം ഷൂട്ടിങ്ങിന് നിൽക്കുമ്പോഴത്തേക്കും എൻ്റെ കാറ് കൊണ്ട് കയറ്റുന്ന സ്ഥലത്ത് ഫ്രണ്ടിലെ ബമ്പർ ഒരുത്തം കൊണ്ട് ഉരച്ചിട്ട് പോയി. ബാക്കിലെ ബമ്പർ ഓൾറെഡി ഉരഞ്ഞു. ഈ സിറ്റിയിലെ എൻ്റെ ഹോണ്ട സിറ്റി വണ്ടിയാണ്. സിറ്റിയിലെ കാര്യം അറിയാമല്ലോ, എവിടെ കൊണ്ടിട്ടാലും ആരെങ്കിലുമൊക്കെ കൊണ്ട് ഉരച്ചിട്ട് പോയി. ഞാൻ ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ ഞാൻ കൊണ്ട് സർവീസ് സെൻറ്ററിൽ, നമ്മുടെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ കൊടുക്കും. അവർ നല്ലൊരു എമൗണ്ട് വാങ്ങിക്കും, പെയിൻറ്റിങ് കഴിയും, തിരിച്ചുകൊണ്ട് അന്ന് തന്നെ കണ്ണുപെടുന്ന പോലെ അടുത്ത ദിവസവും പരിപാടിയാണ്. അത് നിങ്ങൾക്കൊക്കെ അനുഭവമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രാവശ്യം അത് കിടക്കട്ടെ സാധനം, കാരണം കണ്ണുപെട്ടാണ് പോകുന്നതെങ്കിൽ ഒരു സ്ക്രാച്ച് കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ആ സ്ക്രാച്ചും കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉരുട്ടമ്പലം ഏരിയയിൽ ഞങ്ങളുടെ ഷൂട്ടിംഗ് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴി മിസ്പ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ബോഡി ഡീറ്റെയിലിങ്ങും ബാക്കി പെയിൻറ്റിങ്ങും ബാക്കി ഈ ബോഡി വർക്ക്ഷോപ്പാണ് അവരുടെ. മാത്രമല്ല അവർക്ക് അക്സസറീസും ഉണ്ട്. അപ്പോൾ വളരെ ഭയങ്കര വർക്കാണ്, ഇതാണ് എല്ലാവരും തള്ളുന്ന പോലെ അങ്ങ് തള്ളി. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, തള്ളലൊക്കെ കേട്ടു. ഈ തള്ളലിൻ്റെ അതുപോലെ എമൗണ്ടും ഭയങ്കരമാണോ? അപ്പോൾ പറഞ്ഞു ഇല്ല, എമൗണ്ടൊക്കെ വളരെ നോർമലാണ്. അപ്പോൾ ഞാൻ ഇവരുടെ ഒരു കൊട്ടേഷൻ എടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ഓതറൈസ് സർവീസ് സെൻറ്ററിൽ നിന്നൊരു കൊട്ടേഷൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര അജഗജാന്തര ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വർക്കിലും അതുപോലെ ഡിഫറൻസ് ആയിരിക്കും. എന്തായാലും ഒരു ട്രൈ എന്നുള്ള നിലയ്ക്ക് ഓണർ മിസ്റ്റർ അജിനെ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ട് സംസാരിച്ചപ്പോൾ വളരെ എന്തോ സംതിങ് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയാണെന്ന് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ കാറ് അവിടെ മിസ്പയ്ക്ക് കുറച്ച് ദിവസത്തേക്ക് കൊടുത്തു. നമുക്ക് ഇപ്പോൾ ഞാൻ കണ്ടു, എന്നാലും നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതെന്താണ് ഒന്ന് അജിൻ വരൂ അജിൻ. കുട്ടപ്പനായ വണ്ടി. ഇവിടെയൊക്കെ ആയിരുന്നു മൊത്തം സ്ക്രാച്ച്. ഇത് സ്ക്രാച്ച് ഉണ്ടെന്ന് പോലും അറിയുന്നില്ല. പേൾ വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും ഈ കളർ കറക്റ്റായിട്ട് കിട്ടില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അപ്പോൾ അത് ഗംഭീരമായിട്ടാ അജിനെ. ഗ്രാഫിൻ കോട്ടിങ് ചെയ്തിട്ടുള്ള ഗ്രാഫിൻ കോട്ടിങ്. ഇവിടെയൊക്കെ ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഓക്കെ അല്ലേ. ഈ ഏരിയയിലൊക്കെ നല്ല പാടായിരുന്നു, അതൊക്കെ മാറ്റി പൂത്തം വണ്ടിയായി വീണ്ടും. അടിപൊളി. ഇതാണ് മിസ്പ എന്ന സ്ഥാപനത്തിൻ്റെ ഉടമ അജിൻ ചേട്ടൻ. അപ്പം വിശേഷങ്ങളൊക്കെ പുള്ളിക്കാരൻ നമുക്ക് ചോദിക്കാം. അപ്പം നേരത്തെ നമ്മുടെ ഒരു ഹോണ്ട സിറ്റി ബാലാജി സാറിൻ്റെ വണ്ടി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ബാലാജി സാറിനെ പരിചയപ്പെടുകയും അപ്പോൾ ഇതുപോലെ എൻ്റെ സാറിൻ്റെ വാഹനത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഒത്തിരി ഡാമേജ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അതെന്ത് ചെയ്യാമെന്നുള്ള അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് മിസ്പ എന്ന് പറഞ്ഞ സ്ഥാപനത്തെക്കുറിച്ചും അവിടെ ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്. ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ, ആട്ടോ ഗാരേജ്, കാർ ആക്സസറീസ്, ബോഡി ഷോപ്പ്, പെയിൻറ്റിങ് വർക്ക്സ്, ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അപ്പോൾ സാറിൻ്റെ വാഹനത്തെ എങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്യാമെന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് റീസണബിൾ റേറ്റിൽ നമുക്ക് ചെയ്തു തരാൻ കഴിയും. പിന്നെ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാഷ്ലെസ് വർക്കുകളുണ്ട്. അപ്പോൾ സാർ പറഞ്ഞു അത് വേണ്ട, നമുക്കല്ലാതെ തന്നെ നമുക്ക് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ ആ വണ്ടി ഇവിടെ കൊണ്ടുവന്നത്. വണ്ടി ഇവിടെ വന്നപ്പോൾ വളരെ മോശം ഇതായിരുന്നു. അതായത് പെയിൻറ്റ് എല്ലാ സൈഡിലും സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു, ഡെൻറ്റിങ് വർക്ക്സുകൾ ഉണ്ടായിരുന്നു, വളരെ മോശമായിരുന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, അതിൻ്റെ നമ്മൾ ഡെൻറ്റ് പിള്ളർ വെച്ച് അതിനെല്ലാം ലെവൽ ചെയ്തു, ഷേപ്പ് ചെയ്തു. ആ ഒരു ഫിനിഷിങ്ങിലേക്ക് നമ്മൾ അവസാനം പെയിൻറ്റ് പുത്തി കൊണ്ടുപോയി നല്ല രീതിയിൽ നമ്മൾ അതിൽ പേൾ വൈറ്റ് ആയിരുന്നു. അപ്പം പേൾ വൈറ്റ് നമ്മൾ അതിൽ പിന്നെ പെയിൻറ്റ് ചെയ്തു. വൈറ്റ് നല്ല രീതിയിൽ തന്നെ അത് ഫിനിഷ് ചെയ്തെടുത്തു. പിന്നെ ലാസ്റ്റ് നമ്മൾ എല്ലാം വാഷിംഗ് എല്ലാം കഴിഞ്ഞു. അണ്ടർ ബോഡി എല്ലാം വാഷ് ചെയ്ത് ലാസ്റ്റ് ടൈം നമ്മൾ ഗ്രാഫിൻ കോട്ടിങ് ചെയ്തു. ഗ്രാഫിന് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണ് ഗ്രാഫിൻ നാനോ കോട്ടിങ്. അപ്പോൾ സാർ പറഞ്ഞു ഇല്ല, ഗ്രാഫിൻ മതി. പിന്നെ അങ്ങനെ നമ്മൾ ഗ്രാഫിൻ അതിൽ അപ്ലൈ ചെയ്തു. ഇപ്പോൾ നല്ലൊരു ഗ്ലോസി ഫിനിഷിങ്ങിലാണ് നമുക്കിപ്പോൾ ഈ വാഹനത്തെ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അത് ഒരു പുതിയ വാഹനത്തിന്റെ അതേ പ്രതീതിയോടെയാണ് ആ വാഹനം ഇറങ്ങിപ്പോയത്. അതെ, തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഇതിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ വന്ന സമയത്ത് വളരെ മോശം ഇതായിരുന്നു. അത് വെച്ച് നമ്മളിപ്പോൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഷോറൂമിൽ നിന്ന് ഒരു പുതിയ വാഹനം ഇറക്കുന്ന ആ ഒരു ലെവലിൽ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതെ, പുള്ളിക്കാരൻ അത് വളരെ ഹാപ്പി ആയിട്ടാണ് പോയത്. അപ്പൊ അത്രയും നിങ്ങളുടെ വർക്ക് അത്രയും അതിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പൊ നമ്മുടെ ഈ വീഡിയോ, അതായത് നമ്മുടെ റിവ്യൂ കണ്ടിട്ടുള്ള വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും മിസ്പ കാർ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോയിൽ വരികയാണെങ്കിൽ മിസ്റ്റർ അജിൻ വാക്ക് തന്നിട്ടുണ്ട്, നമുക്ക് പ്രൂഫാണിത്, നല്ല ഡിസ്കൗണ്ട് കൊടുക്കണം. തീർച്ചയായിട്ടും അധിക ലാഭം എടുക്കരുത്. എന്തായാലും ഐ ആം സാറ്റിസ്ഫൈഡ് അജിൻ, ഗംഭീരമായിട്ടുണ്ട്.
ഇനിയിപ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട വേറൊന്നുമല്ല, ഇനി വണ്ടി കൊണ്ട് ഇറക്കുമ്പോഴത്തേക്കും പോറൽ വരരുത്. കാരണം ഇനി വീണ്ടും ഇവിടെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിസ്ബ കാർ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ ഉരുട്ടമ്പലം, ഓൾ ദ ബെസ്റ്റ് മിസ്ബ.